Hi learners! ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പറായ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഫ്രം ചോസർ ടു 18th സെഞ്ച്വറീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അത് സെക്ഷൻ എൻ്റെയും സെക്ഷൻ ബിൻ്റെയും ആൻസേഴ്സ്. ഇനി ഇത് ലാസ്റ്റ് സെക്ഷൻ സിൻ്റെ ആൻസേഴ്സാണ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ സിയിൽ വരുന്നത് 4 essay ക്വസ്റ്റ്യൻസ് തരും, മിനിമം 2 essay ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ഷേക്സ്പിയേഴ്സ് ഹാംലെറ്റ് ഫിറ്റ് ദ ഗ്രീക്ക് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിയുടെ ഡെഫിനിഷന്, ഗ്രീക്ക് ഡെഫിനിഷനിലേക്ക് ഫിറ്റ് ആവോ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ്? അതിന് ആപ്റ്റ് ആണോ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന്? ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ഒരു ട്രാജഡിയാണ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ട്രാജഡീൻ്റെ ഡെഫിനിഷനുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ടോ, അതുപോലത്തെ ഒരു ട്രാജഡി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് കംപ്ലീറ്റ് ചെയ്തേണ്ടി വരും, ഹാംലെറ്റിൻ്റെ ഒരു സമ്മറി അനാലിസിസ് ഒക്കെ എഴുതേണ്ടി വരും, അരിസ്റ്റോട്ടലിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നൗ ഹാംലെറ്റ് കണ്ടെയ്ൻസ് ദ എലമെൻറ്റ്സ് ഓഫ് എ ക്ലാസിക് റിവെഞ്ച് ട്രാജഡി. Aristotle, an ancient Greek philosopher, was the first to formulate a theory of tragedy, a form of drama and literary genre that focused on a character's tragic flaw and causes a catharsis in an audience. അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിക്കുള്ള ഫോർമുല എന്ന് പറയുന്നത്, ട്രാജഡി ഈസ് എ ഫോം ഓഫ് ഡ്രാമ ആൻഡ് ലിറ്റററി ജോണർ that focus on characters' tragic flaw and caused a catharsis in an audience. അപ്പോൾ ക്യാരക്ടറിന് ഉണ്ടാകുന്ന ട്രാജിക് ഫ്ലോവും പിന്നെ അതിലൂടെ ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു കത്താസിസും, ആ ഫീലിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ഫോം ഓഫ് ഡ്രാമയാണ് ഈ ട്രാജഡി എന്നാണ് ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കത്താസിസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യൂവേഴ്സിന് ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഡ്രാമ ഒക്കെ കാണുമ്പോൾ വ്യൂവേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ പ്യൂരിഫിക്കേഷനൊക്കെയാണ്, അവർ അത് എഫക്റ്റ് ചെയ്യുന്നതിനാണ് കത്താസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രാജഡിയൊക്കെ കണ്ടിട്ട് വ്യൂവേഴ്സിൽ കത്താസിസ് ഉണ്ടാവും. ഓക്കെ, മീൻസ് വ്യൂവേഴ്സിലൊരു പ്യൂരിഫിക്കേഷൻ പോലെ ഉണ്ടാവും. ചില ട്രാജഡിയൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സിലേക്ക് എടുത്തിട്ട് നമ്മൾ കരഞ്ഞു പോകുമല്ലോ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെയാണ് കത്താസിസ് എന്ന് പറയുന്നത്. ഓക്കെ, കത്താസിസ് ഇസ് എ മെറ്റഫർ യൂസ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ഇൻ ദ പോയറ്റിക്സ് ടു ഡിസ്ക്രൈബ് ദ എഫക്ട്സ് ഓഫ് ട്രൂ ട്രാജഡി ഓൺ ദ സ്പെക്ടേറ്റർ. അപ്പം കത്താസിസ് അരിസ്റ്റോട്ടിൽ യൂസ് ചെയ്തൊരു വേർഡാണ്. എന്തിന്? പോയറ്റിക്സിലാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് ട്രൂ ട്രാജഡി ഓൺ സ്പെക്ടേറ്റർ. ശരിക്കും ഒരു ട്രാജഡി എങ്ങനെയാണ് സ്പെക്ടേറ്ററിൽ എഫക്റ്റ് ചെയ്യുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കത്താസിസ് എന്ന് പറയുന്ന വേർഡ് തന്നെ അരിസ്റ്റോട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കത്താസിസ് ഇസ് ദ പ്യൂരിഫിക്കേഷൻ ഓർ പ്യൂഗേഷൻ ഓഫ് ദ ഇമോഷൻസ് പ്രൈമറിലി ത്രൂ ആർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പിറ്റി, ഫിയർ, അങ്ങ് പേടി, അങ്ങനത്തെ ഇമോഷൻസൊക്കെ പുറത്ത് വരിക, അതിൻ്റെ ഒക്കെ ഒരു പ്യൂരിഫിക്കേഷൻ ത്രൂ ആർട്ട്, അതാണ് കത്താസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഹാംലെറ്റ് അതിന് ഫിറ്റ് ആവുമോ, ഷേക്സ്പിയറിന് ഹാംലെറ്റ് ആ ഒരു ഡെഫിനിഷൻ ഓക്കെ ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. സോ ആ ഹാംലെറ്റിനെ കുറിച്ച് നോക്കാം. ദ ഡ്രാമ സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്. ഓൺ എ ഡാർക്ക് വിൻ്റർ നൈറ്റ് എ ഗോസ്റ്റ് വാക്സ് ദ ramparts of Elsinore Castle in Denmark. Discovered first by a pair of watchmen, then by the scholar Horatio. The ghost resembles the recently deceased king Hamlet, whose brother Claudius has inherited the throne and married the king's widow, Queen Gertrude. അപ്പോൾ ഡ്രാമ തുടങ്ങുന്നത് എവിടെയാണ്? ഒരു ഗോസ്റ്റിനെ കാണിച്ചുകൊണ്ടാണ്. ഹാംലെറ്റിനെ, മരണപ്പെട്ടു പോയ കിങ് ഹാംലെറ്റിൻ്റെ ഗോസ്റ്റിനെ എൽസിനോർ കാസിലിൽ ഡെൻമാർക്കിൽ വെച്ചിട്ട് കാണുകയാണ്. അപ്പോൾ ആദ്യം 2 പേർ വാച്ച്മാൻ ആണ് കാണുന്നത്, പിന്നെ ഹൊറേഷ്യോ ആണ് കാണുന്നത്. പിന്നെന്താ പറയുന്നത്? ഹാംലെറ്റിൻ്റെ ബ്രദറാണ് ക്ലോഡിയസ്. ഹാംലെറ്റിൻ്റെ മരണശേഷം ഈ ബ്രദർ ക്ലോഡിയസ് ഹാംലെറ്റിൻ്റെ ഭാര്യേനെ, വിഡോനെ കല്യാണം കഴിച്ചു. ക്വീൻ ജെർട്രൂഡാണ് അവരുടെ പേര്. When Horatio and the watchmen bring Prince Hamlet, the son of Gertrude and the dead king, to see the ghost, it speaks to him, declaring ominously that it is indeed his father's spirit and he was murdered by none other than Claudius. Okay, അപ്പോൾ ഹൊറേഷ്യോവും മറ്റ് 2 വാച്ച്മാനും ഈ ഒരു ഗോസ്റ്റിനെ കണ്ടില്ല, ഹാംലെറ്റിൻ്റെ ഗോസ്റ്റിനെ. അപ്പം മകന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹാംലെറ്റിൻ്റെ മകനെ
പ്രിൻസ് ഹാംലെറ്റിനെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ ആ സ്പിരിറ്റും ഫാദറിൻ്റെ സ്പിരിറ്റും ഹാംലെറ്റും തമ്മിൽ സംസാരിക്കും. എന്നിട്ട് അവർ പറയുന്നത്, കൺവേ ചെയ്യുന്നത് ക്ലോഡിയസ് ആണ്, ബ്രദറാണ് ഹാംലെറ്റിനെ, മരണപ്പെട്ടു പോയ ഹാംലെറ്റിനെ ഫാദറിനെ കൊന്നത് എന്നുള്ളതാണ്. ഓർഡറിങ് ഹാംലെറ്റ് ടു സീക്ക് റിവെഞ്ച് ഓൺ ദ മാൻ ഹു അസേർപ്ഡ് ഹിസ് ത്രോൺ ആൻഡ് മാരീഡ് ഹിസ് വൈഫ്. ദ ഗോസ്റ്റ് ഡിസപ്പിയേഴ്സ് വിത്ത് ദ ഡോൺ. ഓക്കെ, എന്നിട്ട് ഗോസ്റ്റ് പറയുന്നത് എന്താ, ക്ലോഡിയസിനോട് റിവെഞ്ച് എടുക്കണം എന്നുള്ളതും ക്ലോഡിയസ് തന്നെ കൊന്നിട്ടാണ് തൻ്റെ ഭാര്യനെ വിവാഹം ചെയ്ത് ആ ഒരു രാജ്യം കീഴടക്കിയത് എന്നുള്ളതും. നൗ പ്രിൻസ് ഹാംലെറ്റ് ഡിവോട്ട്സ് ഹിംസെൽഫ് ടു അവെഞ്ചിങ് his father's death, but because he is contemplative and thoughtful by nature, he delays entering into a deep melancholy and even apparent madness. Claudius and Gertrude worry about the prince's erratic behavior and attempt to discover its cause. അപ്പോൾ വീട്ടിലേക്ക് പോയ പ്രിൻസ് ഹാംലെറ്റിൻ്റെ മകന്, മരണപ്പെട്ടു പോയ ഹാംലെറ്റിൻ്റെ മകൻ പ്രിൻസ് ഹാംലെറ്റിനെ ആകെ സമനില തെറ്റാണ്, ഒരു പ്രത്യേക തരം മാഡായിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും. അപ്പം ആർക്കും ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവില്ല. ക്ലോഡിയസും ജെർട്രൂഡൊക്കെ വണ്ടർ ചെയ്യും എന്താണ് മകന് പറ്റിയതെന്നൊക്കെ. They employ a pair of Hamlet's friends, Rosencrantz and Guildenstern, to watch him. അപ്പം ഹാംലെറ്റിൻ്റെ ഫ്രണ്ട്സായ റോസൻക്രാൻസിനെയും ഗിൽഡൻസ്റ്റേണിനെയും ഏൽപ്പിക്കും ഹാംലെറ്റിനെ വാച്ച് ചെയ്യാൻ, എന്താണ് ഹാംലെറ്റിന് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. When Polonius, the pompous Lord Chamberlain, suggests that Hamlet may be mad with love for his daughter Ophelia. ഇപ്പോൾ ഒരു ലോർഡ് ചാമ്പർലൈൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, പൊളോണിയസ് എന്നാണ് പേര്. പൊളോണിയസ് കമാൻഡർ പോലൊരു പൊസിഷനാണ് ലോർഡ് ചാമ്പർലൈന്. അപ്പം പൊളോണിയസ് പറയുന്നുണ്ട്, പൊളോണിയസിൻ്റെ ഡോട്ടർ ഒഫീലിയയോടുള്ള അടങ്ങാത്ത സ്നേഹം കാരണം ഭ്രാന്തായി പോയതാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ പ്രിൻസ് ഹാംലെറ്റ് ലവ്ഡ് ഒഫീലിയ. Claudius agrees to spy on Hamlet in conversation with the girl. But though Hamlet certainly seems mad, he does not seem to love Ophelia. He orders her to enter a nunnery and declares that he wishes to ban marriages. അപ്പോൾ ഹാംലെറ്റ് മാഡ് ആണെങ്കിലും ഹാംലെറ്റിന് ഒഫീലിയനോട് ഒരു ലവ് ഉള്ളത് പോലൊന്നും തോന്നുന്നില്ല. ബിക്കോസ് അവർ സ്പൈ ചെയ്യുന്ന സമയത്ത് ഹാംലെറ്റ് എന്താണ് പറയുന്നത്, പ്രിൻസ് ഹാംലെറ്റ് ഒഫീലിയൻ്റെ അടുത്ത് പറയുന്നത് നണ്ണറിയിലേക്ക് പോവാൻ, നണ്ണറി മീൻസ് കന്യാസ്ത്രീ പോലെ ആവാൻ, ആൻഡ് ഡിക്ലെയർസ് ദാറ്റ് ഹി വിഷസ് ടു ബാൻ മാരേജസ്. എന്നിട്ട് അവൻ മാരേജസ്, കല്യാണം കഴിക്കുന്നതേ ഇഷ്ടമല്ല, മാരേജസ് ബാൻ ചെയ്യാന്നൊരു ഡിക്ലറേഷനും നടത്തും. ഓക്കെ, a group of traveling actors come to Elsinore and Hamlet seizes upon an idea to test his uncle's guilt. He will have the players perform a scene closely resembling the sequence by which Hamlet imagines his uncle to have murdered his father, so that if Claudius is guilty, he will surely react. Okay, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് എൽസിനോറിലേക്ക് വരികയാണ്. അപ്പോൾ പ്രിൻസ് ഹാംലെറ്റിന് പെട്ടെന്നൊരു ഐഡിയ വരും, തൻ്റെ അച്ഛൻ്റെ മരണം, കിങ് ഹാംലെറ്റിൻ്റെ മരണം ഒന്നും കൂടെ അവരെ കൊണ്ട് അതുപോലെ റിസംബിൾ ചെയ്യുന്നൊരു സീൻ അവരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചാൽ അത് കാണുമ്പം ക്ലോഡിയസിനെ കൊണ്ട് കൊല്ലുന്നത് പോലെ ആ ഒരു പീസ് ഓഫ് ഡ്രാമ, എന്താ ആക്ടേഴ്സ് ചെയ്യുന്ന ആക്ടിങ്ങിൽ ഒരു സീൻ അങ്ങനെ ആക്കിയാൽ അത് കാണുമ്പം ക്ലോഡിയസിന് എന്തെങ്കിലും ഒരു ഗിൽറ്റി ഫീലിംഗ് വരുമോ, റിയാക്ട് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻസ് ഹാംലെറ്റ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും. When the moment of the murder arrives in the theatre, Claudius leaps up and leaves the room. Okay, അപ്പോൾ ആ ഒരു സീനായ സമയത്ത് ക്ലോഡിയസ് ഈസ് ലീവിങ് ദ റൂം. അപ്പോൾ ക്ലോഡിയസ് ഗിൽറ്റി ആണ് എന്നുള്ളൊരു ഫീലിംഗ് വന്നു. Hamlet and Horatio agree that this proves his guilt. Hamlet goes to kill Claudius but finds him praying. Since he believes that killing Claudius while in prayer would send Claudius' soul to heaven, Hamlet considers that it would be an inadequate revenge and decides to wait. Claudius, now frightened of Hamlet's madness and fearing for his own safety, orders that Hamlet be sent to England at once. അപ്പോൾ ആ ഒരു സീന് നടക്കുമ്പം ക്ലോഡിയസ് എണീറ്റ് പോയതുകൊണ്ട് ഹാംലെറ്റും ബാക്കിൽ പോവും. ഹാംലെറ്റ് പോയ സമയത്ത് ക്ലോഡിയസ് അവിടെ പ്രെയർ ചെയ്യുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഒരാളെ മരണപ്പെട്ടാൽ അയാളുടെ സോള് ഹെവനിൽ പോവും, സോള് സ്വർഗത്തിൽ പോവും, ആത്മാവ്. അതുകൊണ്ട് ഇപ്പോൾ കൊല്ലണ്ട എന്നുള്ളൊരു ഡിസിഷനിലാവും. റിവെഞ്ച് എടുക്കാൻ ഒരു ടൈമിന് വെയിറ്റ് ചെയ്യായിരിക്കും പ്രിൻസ് ഹാംലെറ്റ്. ക്ലോഡിയസ് ആണെങ്കിൽ ഹാംലെറ്റിൻ്റെ ഒരു ബിഹേവിയറൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് വിടണമെന്ന് പറയും.
ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഓർഡേഴ്സ് ഇടും. ഹാംലെറ്റ് ഗോസ് ടു കൺഫ്രണ്ട് ഹിസ് മദർ ഇൻ ഹൂസ് ബെഡ് ചാമ്പർ പൊളോണിയസ് ഹാസ് ഹിഡൻ ബിഹൈൻഡ് എ ടേപ്പസ്ട്രി. ഹാംലെറ്റ് മദറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോയി. കൺഫ്രണ്ട് മദർ മീൻസ് മദറിനെ കുറ്റപ്പെടുത്താൻ, അച്ഛനെ കൊന്ന ആളെ തന്നെ വീണ്ടും കല്യാണം കഴിച്ച് ജീവിക്കുകയാണല്ലോ. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന സമയത്ത് പൊളോണിയസ് ആ ഒരു ചേംബറിൽ ഹിഡൺ ആയിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ഹിയറിങ് എ നോയ്സ് ഫ്രം ബിഹൈൻഡ് ദ ടേപ്പസ്ട്രി ഹാംലെറ്റ് ബിലീവ്സ് ദ കിങ് ഇസ് ഹൈഡിങ് ദർ. അപ്പോൾ ഹാംലെറ്റ് വിചാരിക്കും രാജാവാണ് അവിടെ ഒളിച്ചു നിൽക്കുന്നത്, മീൻസ് ക്ലോഡിയസ് ആണ് ഒളിച്ചു നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആരോ ഉള്ളൊരു ഫീലിംഗ് ഹാംലെറ്റിന് മനസ്സിലാവും. അപ്പോൾ ക്ലോഡിയസ് ആണെന്ന് കരുതിയിട്ട് ഹി ഡ്രോസ് ഹിസ് സ്വോർഡ് ആൻഡ് സ്റ്റാബ്സ് ത്രൂ ദ ഫാബ്രിക്. അപ്പോൾ ആ ഒരു കേർട്ടൻ പോലുള്ള അതിൻ്റെ ബാക്കിലാണ് ഹൈഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ക്ലോഡിയസ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഹാംലെറ്റ് എന്ത് ചെയ്യും, ഒരു സ്വോർഡ് എടുത്തിട്ട് കുത്തും. അപ്പം ആ കുത്തി ഏൽക്കുന്നത് പൊളോണിയസിനാണ്. പൊളോണിയസ് ഈസ് കിൽഡ്. For this crime, he is immediately dispatched to England with Rosencrantz and Guildenstern. However, Claudius' plan for Hamlet include more than banishment, as he has given Rosencrantz and Guildenstern sealed orders for the King of England, demanding that Hamlet be put to death. അപ്പോൾ ക്ലോഡിയസിൻ്റെ ഉദ്ദേശം ജസ്റ്റ് ഹാംലെറ്റിനെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കാൻ മാത്രമല്ല, റോസൻക്രാൻസിൻ്റെയും ഗിൽഡൻസ്റ്റേണിൻ്റെയും അടുത്ത് ഒരു സീൽഡ് ഓർഡറും കൂടെ കൊടുക്കുന്നുണ്ട് ഇംഗ്ലണ്ടിലെ കിങ്ങിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ ഓർഡറിൻ്റെ അകത്തുള്ളത് ഹാംലെറ്റിനെ കൊല്ലാനാണ്. In the aftermath of her father's death, Ophelia goes mad with grief and drowns in the river. പൊളോണിയസിനെ ഹാംലെറ്റ് കൊന്നല്ലോ, അതറിഞ്ഞ ഒഫീലിയ ഷി ഗോസ് മാഡ്. ഒഫീലിയ ഭ്രാന്തായിട്ട് അവൾ റിവറിൽ പോയിട്ട് ചാടി മരിക്കും. Polonius' son Leretz, who has been staying in France, returns to Denmark in a rage. ഓക്കെ, പൊളോണിയസിൻ്റെ സണ്ണ് അപ്പോൾ ഫ്രാൻസിൽ നിന്ന് വരും ഡെൻമാർക്കിലേക്ക് ഒരു പകരം ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, Claudius convinced him that Hamlet is to blame for his father's and sister's deaths. When Horatio and the king received letters from Hamlet indicating the prince has returned to Denmark after Braids attack his ship en route to England, Claudius concocts a plan to use Leret's desire for revenge to secure Hamlet's death. അപ്പോൾ ക്ലോഡിയസ് ഈ ദേഷ്യപ്പെട്ട് വരുന്ന ലെറിറ്റ്സിന് ഒന്നും കൂടെ പ്രോത്സാഹനം കൊടുക്കും. നിൻ്റെ ഫാദറിൻ്റെയും സിസ്റ്ററിൻ്റെയും മരണത്തിനുള്ള കാരണം ഹാംലെറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴായിരിക്കും ക്ലോഡിയസ് അറിയാം ഹാംലെറ്റിൻ്റെ ഷിപ്പ് പൈറേറ്റ്സ് അറ്റാക്ക് ചെയ്തിട്ട് അത് തിരിച്ചു വരുന്നുണ്ട്, ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ക്ലോഡിയസ് ഒരു പ്ലാൻ ഇടും. ഈ ലയറ്റീസ് എന്നാണ് കേട്ടോ പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ ഈ ലയറ്റീസിനെ യൂസ് ചെയ്തിട്ട് ഹാംലെറ്റിനെ കൊന്നാലോ എന്ന് പ്ലാൻ ചെയ്യുകയാണ് ക്ലോഡിയസ്. Laertes will fence with Hamlet in innocent sport, but Claudius will poison Laertes' blade so that if he draws blood, Hamlet will die. ഓക്കെ, അപ്പോൾ ലെയറ്റീസ് എന്ത് ചെയ്യാണ്, അവർ ഫൈറ്റിലാവുകയാണ്. അപ്പോൾ ലെയറ്റീസ് നന്നായിട്ട് സാധാരണ ഫൈറ്റ് ചെയ്യുന്നത് പോലെ വാളൊക്കെ എടുത്തിട്ട് ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ ആ ബ്ലേഡിൽ ക്ലോഡിയസ് പോയിസൺ ആക്കും. എന്നാൽ ആ ഒരൊറ്റ വെട്ടിൽ തന്നെ ചെറിയൊരു സ്ക്രാച്ച് വരുമ്പം തന്നെ ആ ഒരു പോയിസൺ ബ്ലഡിൽ കയറിയിട്ട് ഹാംലെറ്റ് മരിക്കാൻ വേണ്ടിയിട്ട്. As a backup plan, the king decides to poison a goblet, which he will give Hamlet to drink should Hamlet score the first or second hits of the match. Hamlet returns to the vicinity of Elsinore just as Ophelia's funeral is taking place. അപ്പോൾ ആ ബ്ലേഡിൽ പോയിസൺ ആക്കുക മാത്രമല്ല, പിന്നെ ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ കിങ് അവിടെ ഒരു ഡ്രിങ്ക്സ് ഉണ്ട്, ആ ഡ്രിങ്ക്സിലും പോയിസൺ ആക്കി വെച്ചിട്ടുണ്ട് ഹാംലെറ്റിന് കൊടുക്കാനുള്ള ഡ്രിങ്ക്സിൽ. അപ്പോൾ ഹാംലെറ്റ് ഇപ്പോൾ നാട്ടിലെത്തുന്ന സമയത്ത് അവിടെ ഒഫീലിയൻ്റെ ഫ്യൂണറൽ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Stricken with grief, he attacks Laertes and declares that he had in fact always loved Ophelia. Back at the castle, he tells Horatio that he believes one must be prepared to die, since death can come at any moment. അപ്പോൾ ആ ഒരു ടൈമിൽ സങ്കടം കാരണം നമ്മളുടെ പ്രിൻസ് ഹാംലെറ്റ് പറയും ഹി ലവ്ഡ് ഒഫീലിയ എന്നൊക്കെ പറയും. പിന്നെ കാസലിൻ്റെ ബാക്കിൽ ഹൊറേഷ്യോൻ്റെ അടുത്ത് ഹാംലെറ്റ് പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും മരണം വരാം, ആര് വേണമെങ്കിലും എന്നെ കൊല്ലാം എന്നുള്ളത്. ഹാംലെറ്റ് നോസ് ദാറ്റ്. എ foolish courtier named Osric arrives on Claudius' orders to arrange the fencing match between Hamlet and Laertes. ഹാംലെറ്റിനും ലെയർട്ടീസിനും ഉള്ള യുദ്ധം ചെയ്യാനുള്ള അവിടുത്തെ ഒരു ഫെൻസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്
ഓസ്ട്രിക് എന്ന് പറയുന്ന ഒരു കോട്ടിയർ വരുന്നുണ്ട്. The sword fighting begins. Hamlet scores the first hit, but declining to drink from the king's proffered goblet, instead Gertrude takes a drink from it and is swiftly killed by the poison. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹാംലെറ്റ് ആണ് ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത്, ബ്ലേഡ് വെച്ചിട്ട് ഹിറ്റ് ചെയ്യുന്നത് ലെറേറ്റസിനെ. പിന്നെ ആ ഒരു ഹിറ്റ് കഴിഞ്ഞതിന് ശേഷം ഹാംലെറ്റിന് ഈ ഡ്രിങ്ക് കൊടുക്കും. ഒരു ജയിച്ച രീതിയിൽ ആ ഒരു ഡ്രിങ്ക് ഗോബ്ലെറ്റ് കൊടുക്കുമ്പം ഹാംലെറ്റ് അത് നിരസിക്കും, ഹാംലെറ്റ് വേണ്ടാന്ന് പറയും. അതേസമയം ജെർട്രൂഡ് ആ ഡ്രിങ്ക് എടുത്തിട്ട് കുടിക്കും. അങ്ങനെ ജെർട്രൂഡ് ഇസ് കിൽഡ് ബൈ ദ പോയ്സൺ. ജെർട്രൂഡ് ആരാ? ഹാംലെറ്റിൻ്റെ മദർ അല്ലേ, കിങ് ക്ലോഡിയസിൻ്റെ വൈഫ്. ഇപ്പോൾ Laertes succeeds in wounding Hamlet, though Hamlet does not die of the poison immediately. അപ്പോൾ ഇപ്പോൾ ലെറേറ്റീസിൻ്റെ ഒരു കട്ട് ഹാംലെറ്റിന് വന്നു. അപ്പോൾ ഹാംലെറ്റ് പക്ഷേ ആ ഒരു ബ്ലേഡിൻ്റെ പോയ്സണായിട്ട് പെട്ടെന്ന് മരണപ്പെടുന്നില്ല. ഫസ്റ്റ് ലെറേറ്റീസ് ഇസ് കട്ട് ബൈ ഹിസ് ഓൺ സ്വാർഡ് ബ്ലേഡ് ആൻഡ് ആഫ്റ്റർ റിവീലിംഗ് ടു ഹാംലെറ്റ് ദാറ്റ് ക്ലോഡിയസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ക്വീൻസ് ഡെത്ത്, ഹി ഡൈസ് ഫ്രം ദ ബ്ലേഡ്സ് പോയ്സൺ. പിന്നെ സംഭവം നടക്കുന്നത് എന്താ? ലെറേറ്റീസിൻ്റെ സ്വന്തം ബ്ലേഡ് കൊണ്ട് ലെറേറ്റീസിനൊരു കട്ട് കിട്ടുന്നുണ്ട്. അപ്പം രണ്ടുപേരുടെ ദേഹത്തും ഇപ്പോൾ പോയ്സൺ ആയി. അപ്പോൾ ലെറേറ്റീസ് മരിക്കുന്നതിന് മുൻപ് ലെറേറ്റീസ് പറയുന്നുണ്ട് ക്ലോഡിയസ് ആണ് ജെർട്രൂഡിൻ്റെ മരണത്തിന് കാരണം, ആ പോയ്സണിനൊക്കെ കാരണം എന്നുള്ളത്. ഹാംലെറ്റ് then stabs Claudius through with the poisoned sword and forces him to drink down the rest of the poisoned wine. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ ഹാംലെറ്റ് പിന്നെ ക്ലോഡിയസിനെ ആ ഒരു പോയ്സൺ സ്വാഡിനെ കൊണ്ട് ഹിറ്റ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള പോയ്സൺഡ് വൈനും കൂടെ കുടിക്കാൻ വേണ്ടി കമ്പൽ ചെയ്യാണ്. ക്ലോഡിയസ് ഡൈസ് ആൻഡ് ഹാംലെറ്റ് ഡൈസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ അച്ചീവിങ് ദിസ് റിവെഞ്ച്. അങ്ങനെ ക്ലോഡിയസും മരണപ്പെട്ടു. അപ്പോഴേക്കും ആ ഒരു പോയ്സൻ്റെ എഫക്റ്റ് കാരണം ഹാംലെറ്റും മരണപ്പെട്ടു. സോ എവ്രി വൺ ഹാവ് ഡൈഡ്. ഹൊറേഷ്യോ ആണ് ഇനി അവിടെ നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സിൽ മരണപ്പെടാതെ നിൽക്കുന്നത്. At this moment, a Norwegian prince named Fortinbras, who has led an army to Denmark and attacked Poland earlier in the play, enters with ambassadors from England, who report that Rosencrantz and Guildenstern are dead. ആ സമയത്ത് നോർവീജിയൻ പ്രിൻസ് ഫോർട്ടിൻബ്രാസ് വരുന്നുണ്ട്. എന്നിട്ട് ഫോർട്ടിൻബ്രാസ് മുൻപ് ഡെൻമാർക്ക് അറ്റാക്ക് ചെയ്തിരുന്ന ആളായിരുന്നു. ഫോർട്ടിൻബ്രാസ് പറയുന്നുണ്ട് റോസൻക്രാൻസും ഗിൽഡൻസ്റ്റേണും ഡെഡ് ആണ് എന്ന്, മരണപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. Fortinbras is stunned by the gruesome sight of the entire royal family lying sprawled on the floor dead. He moves to take power of the kingdom. ഫോർട്ടിൻബ്രാസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പവറിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പം ഇവിടെ കിങ്ഡത്തിൽ എല്ലാവരും മരണപ്പെട്ട് കിടക്കുന്നത് കാണുമ്പം അതിൻ്റെ ഒരു പവർ എടുക്കാൻ വേണ്ടിയിട്ട് he moves on. Then Horatio, fulfilling Hamlet's last request, tells him Hamlet's tragic story. അപ്പോൾ ഹാംലെറ്റിൻ്റെ ഒരു ലാസ്റ്റ് റിക്വസ്റ്റാണ് ഹാംലെറ്റിൻ്റെ ട്രാജിക് സ്റ്റോറി എല്ലാവരും അറിയണം എന്നുള്ളത്. അപ്പോൾ ഹൊറേഷ്യോ ഹാംലെറ്റിൻ്റെ ഈ ട്രാജിക് സ്റ്റോറി ഫോർട്ടിൻബ്രാസിൻ്റെ അടുത്ത് പറയും. ഫോർട്ടിൻബ്രാസ് ഓർഡേഴ്സ് ദാറ്റ് ഹാംലെറ്റ് ബി ക്യാരിഡ് അവേ ഇൻ എ മാനർ ബിഫിറ്റിംഗ് എ ഫോളൻ സോൾജിയർ. ഒരു സോൾജിയറിനൊക്കെ കൊണ്ടുപോകുന്നത് പോലെ വേണം ഹാംലെറ്റിനെ കൊണ്ടുപോകാനെന്നൊക്കെ അപ്പോൾ പറയും. ട്രാജഡി, സേസ് അരിസ്റ്റോട്ടിൽ, ഇസ് ആൻ ഇമിറ്റേഷൻ ഓഫ് എൻ ആക്ഷൻ ദാറ്റ് ഇസ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ certain magnitude, through pity and fear affecting the proper purgation of these emotions. നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ ഡെഫിനിഷൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ പ്രോപ്പർ ഡെഫിനിഷൻ ഇതാണ്. ഒരു സീരിയസ് ആക്ഷനൊക്കെയാണ് ട്രാജഡി. ഇറ്റ് ഇസ് കംപ്ലീറ്റ് ആൻഡ് ഓഫ് certain magnitude, through pity and fear affecting the proper purgation. അപ്പോൾ കഥാവ് നമ്മൾ പറഞ്ഞല്ലോ, through pity and fear affecting the proper purgation of emotion. അപ്പോൾ അതൊരു ആക്റ്റാണ്, സീരിയസ് ആക്റ്റാണ്. ഒരു പ്രത്യേക മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, കംപ്ലീറ്റ് ആയിരിക്കും. ഒരു പിറ്റി, ഫിയർ, ഈ ഇമോഷൻസിലൂടെ നമ്മൾ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കും, ഒരു കഥാസിസ് ഉണ്ടാവും അവിടെ. സോ ഷേക്സ്പിയർസ് ഹാംലെറ്റ് ഫിറ്റ്സ് ദിസ് ഡെഫിനിഷൻ ഓഫ് ട്രാജഡി. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ റിയലി അതാണ്. നമുക്ക് ഓരോരുത്തരും മരണപ്പെടുമ്പോഴും നമ്മളിൽ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. എസ്പെഷ്യലി ആ ലാസ്റ്റ് സീനിൽ എല്ലാവരും മരണപ്പെടുന്നത് കാണുമ്പോൾ ഒക്കെ. So it's a tragedy that fits Aristotle's definition of tragedy. Next question. Chaucer gives us a microcosm of English society in the prologue to the Canterbury Tales. Explain. Chaucer, the prologue to the Canterbury Tales,
അവിടെ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് സൊസൈറ്റീൻ്റെ, ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷ് സൊസൈറ്റീൻ്റെ മൊത്തം ചെറിയൊരു മൈക്രോകോസം, ചെറിയൊരു ഐഡിയ, കംപ്ലീറ്റ് ഐഡിയ ആണ് തരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓഫ് കോഴ്സ് നമുക്കറിയാമല്ലോ, ദ പ്രൊലോഗ് ടു കാൻറ്റർബറി ടെയിൽസിൽ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരെയും പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന ഇംഗ്ലീഷ് സൊസൈറ്റീൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ നമുക്ക് ദ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസിൽ നിന്ന് കിട്ടും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർ, ഡിഫറെൻറ്റ് പ്രൊഫഷൻസിലുള്ള ആൾക്കാർ, ഡിഫറെൻറ്റ് റിലീജിയനിലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. Microcosm means the miniature of whole society. Here it is the English society. Chaucer in the Prologue to Canterbury Tales shows the different types of peoples present in the English society. The prologue holds all tales in the Canterbury Tales together. The prologue begins with a description of the spring season. The April rains wet the ground, and roots hidden deep inside the soil absorbs this powerful liquid that lends life to its flowers. The sun shines down on the new plants and birds sing. അപ്പോൾ പ്രൊലോഗ് തുടങ്ങുന്നത് എങ്ങനെയാണ്? ആ ഒരു ഏപ്രിലിൽ സ്പ്രിങ് സീസണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ്. ഫ്ലവേഴ്സ്, ബേർഡ്സ് ഒക്കെ ഉള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ്. People also are in the mood to go on pilgrimages. People ആണെങ്കിലോ they are ready to go for a pilgrimage. ഏപ്രിലുള്ളവർ പിൽഗ്രിമേജിന് പോകുന്ന ഒരു ടൈമാണ്. എസ്പെഷ്യലി ടു കാൻറ്റർബറി ടെയിൽസ്. The Canterbury Cathedral is where the martyr Thomas Becket's relics are kept. The poet himself is one of the pilgrims, and he is residing at Tabardane in Southwark before undertaking the journey to Canterbury. കാൻറ്റർബറിയിലേക്ക് പോകുന്നതിന് മുന്നേ കാൻറ്റർബറിയിൽ എന്താണുള്ളത്? കാൻറ്റർബറി കത്തീഡ്രലിൽ സെയിൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ മാർട്ടിയറാണുള്ളത്. ഓക്കെ, അവശേഷിപ്പുകളാണുള്ളത്. ദ പോയറ്റ് ഹിംസെൽഫ് ഇസ് വൺ ഓഫ് ദ പിൽഗ്രിംസ്. പോയറ്റും ഒരു പിൽഗ്രിമാണ്. അപ്പോൾ ആ ഒരു പിൽഗ്രിമേജിന് കാൻറ്റർബറിയിലേക്ക് പോകുന്നതിനുമായി അവർ സൗത്ത് വാക്കിൽ തബാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് ഇവരൊരു ടീമായിട്ട് എല്ലാവരും കൂടെ പോകുന്നത്. പോയറ്റ് അല്ലാതെ പിന്നൊരു 29 ആൾക്കാരും കൂടെ ഉണ്ട്. Around 29 other pilgrims also arrive at the inn, and Chaucer decided to join their company. The 29 pilgrims coming up in the tale are Chaucer himself, the knight, the squire, the canon's yeoman, the prioress, the monk, the friar, the merchant, the surgeon of the law, the franklin, the wife of Bath, the reeve, the pardoner, the host, the carpenter, the franklin, the cook, the parson, the ploughman, the miller, the shipman, the physician, the nun's priest, the second nun, the manciple, the clerk, the summoner, and the parson. അപ്പോൾ ഇത്രയും കൈൻഡ്സ് ഓഫ് ആൾക്കാരാണ് ആ ഒരു പിൽഗ്രിമേജിന് പോകുന്നത്. എല്ലാ ഫീൽഡിൽ നിന്നുണ്ട് ആൾക്കാർ. ഹി ഇൻട്രൊഡ്യൂസസ് ഈച്ച് ഓഫ് ദീസ് പിൽഗ്രിംസ് ഡിസ്ക്രൈബിങ് ദിയർ ഫിസിക്കൽ അപ്പിയറൻസ് ആസ് വെൽ ആസ് പ്രൊഫഷൻ ആൻഡ് സോഷ്യൽ സ്റ്റാൻഡിങ്. അപ്പോൾ അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്, അവരുടെ പ്രൊഫഷനെ പറ്റി, അവരുടെ സോഷ്യൽ സ്റ്റാൻഡിങ്ങിനെ പറ്റിയുള്ള ഒരു ഐഡിയ ചോസർ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു മൈക്രോകോസം ഓഫ് ഇംഗ്ലീഷ് സൊസൈറ്റി ആണ് ദ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയാം. After introducing his fellow pilgrims, he turns his attention on the host, Harry Bailey. Harry Bailey is described by the poet as a plump and bright-eyed man who finds a liking for the pilgrims and thus decides to join them to Canterbury. അപ്പം ആ ഒരു ട്രിപ്പിൻ്റെ ഹോസ്റ്റ് ഹാരി ബെയ്ലിയാണ്. ഹാരി ബെയ്ലി ഒരു പ്ലംപ്, ഒരു തടിച്ചു ബ്രൈറ്റ് ഐഡൊക്കെ ആയിട്ടുള്ളൊരു മാനാണ് എന്ന് പറയുന്നുണ്ട്. In order to make the journey more fun and quicker, he decided that each pilgrim must narrate 2 stories on the way to Canterbury and 2 on the way to back. അപ്പോൾ കാൻറ്റർബറിയിലേക്കുള്ള യാത്ര ഒരു ഫണ്ണി, ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കാൻറ്റർബറിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഓരോരുത്തരും 2 സ്റ്റോറീസ് വെച്ചു. അപ്പോൾ 30 പേരുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ 60 സ്റ്റോറി, ഇങ്ങോട്ട് വരുമ്പോൾ 60 സ്റ്റോറി. അപ്പോൾ ഒരു 120 സ്റ്റോറീസൊക്കെ ഉണ്ടാവുന്ന രീതിയിൽ സ്റ്റോറീസ് പറയാമെന്ന് പറയാം. He will judge which of them is the best and reward them with a free meal at the inn upon returning. അപ്പോൾ ഏത് സ്റ്റോറിയാണ് ബെസ്റ്റ് എന്ന് നോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഇന്നിൽ നിന്ന് ഫ്രീ മീല് ഹാരി ബെയ്ലി കൊടുക്കുന്നു പറയും. The pilgrims accept the competition and they draw a lot to decide who will be first to narrate the story. അപ്പോൾ ആരാണ് ഫസ്റ്റ് സ്റ്റോറി നറേറ്റ് ചെയ്യുക എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ അവർ ലോട്ട് എടുക്കും. The knight gets the first lot and he begins his story cheerfully.
അപ്പം നൈറ്റിനാണ് ഫസ്റ്റ് ചാൻസ് കിട്ടുക. നൈറ്റ് അങ്ങനെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും. The general prologue is referred to as a portrait gallery of 14th C because it seems to be a precise portrait of entire nation, taking into account the different manners and humours of the whole English nation of Chaucer's age. The prologue therefore appears more like a commentary on English life in the Middle Ages. The 30 pilgrims Chaucer describes in the prologue belongs to different classes and stratas of the society. The prologue acquaints the readers with the food, the hobbies, and even the clothes worn by persons of different ranks, positions, and professions. അപ്പോൾ അവരുടെ ആ ഒരു 30 പേരുണ്ടല്ലോ, അവരുടെ ഒരു സ്റ്റൈല് മാത്രമല്ല, അവർ കഴിക്കുന്ന ഫുഡ്, അവരുടെ ഹോബി, അവരിടുന്ന ക്ലോത്ത്സ്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ചോസർ തരുന്നുണ്ട്. Due to the peasant revolt, a new middle class comprises of educated workers like lawyers, merchants, and clerks were beginning to gain power, and Chaucer himself was a member of this emerging new middle class. പെസന്റ് റിവോൾട്ടിന് ശേഷം മിഡിൽ ക്ലാസ്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ മിഡിൽ ക്ലാസ്സിലുണ്ടായിരുന്നത് ലോയേഴ്സ്, മെർച്ചൻസ്, ക്ലർക്സ്, ചോസറും ഒക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ്, അതിൽ ഇൻക്ലൂഡഡ് ആണ്. The Canterbury Tales both depict and also satirize or mock at the conventions of 14th century. The weakness or flaws of 14th century monks and nuns are amusingly displayed in the general prologue. 14th സെഞ്ച്വറിയിലുള്ള പല ആൾക്കാരെയും ചോസർ മോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സജൈറൈസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മോങ്സിൻ്റെയും നൺസിൻ്റെയും ഒക്കെ വീക്ക്നെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോസർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. Chaucer also portrays church officials who have a love for material things like money, love, etc. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ചേർച്ച് ഒഫീഷ്യൽസിന് മണി, ലവ്, അതിനോടൊക്കെ ഒരു താല്പര്യമുള്ള രീതിയിലും ചോസർ ചേർച്ച് ഒഫീഷ്യൽസിന് പറയുന്നുണ്ട്. ആൻഡ് സോ വിത്ത് ദിസ് റിയലിസ്റ്റിക് ഡെപ്പിക്ഷൻ ഓഫ് എ സൊസൈറ്റി ഓഫ് ഹിസ് ടൈംസ്, Chaucer holds the mirror up to his times. The Canterbury Tales or Chaucer's group of pilgrims constitute a picture of his times. അപ്പോൾ അതുപോലെ 14th സെഞ്ച്വറിയിലുള്ള ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന പല ആൾക്കാരെയും പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതിലൂടെ ദ കാൻറ്റർബറി ടേൽസിലൂടെ ഇംഗ്ലീഷ് സൊസൈറ്റീൻ്റെ ഒരു മിറർ ആവുകയാണ് ചോസർ. Chaucer is holding a mirror of the English society. ആ ഒരു ദ പ്രൊലോഗ് ടു ദ കാൻറ്റർബറി ടേൽസ് വായിച്ചാൽ 14th സെഞ്ച്വറി ഇംഗ്ലീഷ് സൊസൈറ്റീനെ പറ്റി ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഡച്ചസ് ഓഫ് മാൽഫി ആസ് എ ജാക്കോബിയൻ ട്രാജഡി. ഡച്ചസ് ഓഫ് മാൽഫി ഒരു ജാക്കോബിയൻ ട്രാജഡി ആയിട്ട് കാണാൻ. The Duchess of Malfi is a Jacobean tragedy written by English dramatist John Webster in 1612 to 1613. It was first performed privately at the Blackfriars Theatre, then later to a larger audience at the Globe in 1613 to 1614. The Duchess of Malfi takes place in Roman Catholic Italy, which English audiences at the time when the play was written would have associated with corruption. It begins in the palace of Duchess, a young widow and the ruler of the Italian town of Amalfi. Okay, അപ്പോൾ ഡച്ചസ് ഓഫ് മാൽഫി നടക്കുന്നത് റോമൻ കത്തോലിക് ഇറ്റലിയിലാണ്. ആ സമയത്ത് ഇംഗ്ലീഷ് ഓഡിയൻസൊക്കെ ദർ അസോസിയേറ്റഡ് വിത്ത് കറപ്ഷൻ, ഒരു തരത്തിൽ കറപ്ഷൻ ചെയ്യുന്നവരാണ്. The play begins in the palace of Duchess. ഡച്ചസിൻ്റെ പാലസിലാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. Duchess is a young widow and the ruler of the Italian town of Amalfi. Her steward Antonio has just returned from a visit to the French court, and Bossola, a murderer and former employee of her brother, the cardinal, has just returned from his punishment. അപ്പോൾ ഡച്ചസ്, പിന്നെ അതർ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് പറയുന്നത്? ആൻറ്റോണിയോ അവിടുത്തെ ഒരു സ്റ്റിവാർഡ് മീൻസ് ഒരു കാര്യസ്ഥനെ പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ. ബൊസോള ഒരു മർഡററാണ്, അവളുടെ ബ്രദർ, ഡച്ചസിൻ്റെ ഒരു ബ്രദർ കാർഡിനലിൻ്റെ എംപ്ലോയി ആണ് ബൊസോള ഏതോ ഒരു ക്രൈം ചെയ്തതിൻ്റെ പണിഷ്മെൻറ്റിന് ശേഷം തിരിച്ചു വരുന്നുണ്ട്. ആൻറ്റോണിയോ ഫ്രഞ്ച് കോർട്ടിൽ നിന്നും തിരിച്ചു വന്നു. Soon, Duke Ferdinand, the Duchess' other brother, enters with his whole retinue. അപ്പം ഡച്ചസിന് 2 ബ്രദേഴ്സാണുണ്ട്, കാർഡിനൽ ഫെർഡിനൻഡ്, പിന്നെ ആൻറ്റോണിയോ സ്റ്റിവാർഡ്, പിന്നെ ബൊസോള.
ഈ ക്യാരക്ടേഴ്സിനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. In a private conversation with his friend Delio, Antonio reveals that though the cardinal and duke appear good, they are in fact jealous, conniving, and despicable. He adds that though her brothers are horrible, the duchess is noble, temperate, beautiful, and intelligent. അപ്പോൾ ആൻറ്റോണിയോൻ്റെ ഫ്രണ്ട് ഡെലിയോൻ്റെ അടുത്ത് ഒരു ടോക്കിൽ പറയുന്നുണ്ട്, ഈ ഡച്ചസിൻ്റെ ബ്രദർ കാർഡിനൽ ഡ്യൂക്കൊക്കെ ഗുഡാണ് കണ്ടാൽ, ബട്ട് ആക്ച്വലി അവർ ഭയങ്കര ജലസാണ്, ഈ ഡച്ചസിൻ്റെ സ്വത്തുക്കൾ മാത്രമൊക്കെയാണ് അവരുടെ എയിം, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബ്രദേഴ്സാണ് അവർ. പക്ഷേ ഡച്ചസ് ഇസ് നോബിൾ, ടെമ്പറേറ്റ്, ബ്യൂട്ടിഫുൾ ആൻഡ് ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നുണ്ട്. സോ ആൻറ്റോണിയോ ലൈക്സ് ഡച്ചസ്. Even though the duchess is still young and beautiful, her brothers do not want her to remarry. ബട്ട് ഡച്ചസിനെ വീണ്ടും കല്യാണം കഴിക്കാനൊന്നും, ഒരു യങ് വിഡോ ആണ്, എന്നാലും വീണ്ടും കല്യാണം കഴിപ്പിക്കാനൊന്നും ബ്രദേഴ്സ് നോക്കുന്നില്ല. ബിക്കോസ് അവർ സ്വത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടാവാം. They hope to both preserve their honor by ensuring for ongoing sexual purity and to eventually inherit her fortune by forcing her to remain a widow. നമ്മൾ പറഞ്ഞ കാര്യം. In order to make sure they have their way, Ferdinand gets Bossola a position on the Duchess estate and hires him to be his spy. ഫെർഡിനൻഡ് എന്ത് ചെയ്യാണ്? ഫെർഡിനൻഡ് അതൊക്കെ ഒന്ന് ഡച്ചസിന് വേറെ മാരി ചെയ്യാനോ ഒന്നും നിൽക്കാതിരിക്കാൻ, ഡച്ചസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡച്ചസിൻ്റെ ഒരു എസ്റ്റേറ്റിലൊരു വർക്കറായിട്ട്, ഒരു പണിക്കാരനായിട്ട് ബൊസോളനെ ആക്കുകയാണ്. ഓക്കെ, ശരിക്കും ബൊസോള ഫെർഡിനൻഡ് ഒരു സ്പൈ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ബൊസോള ഡസൻറ്റ് വോണ്ട് ടു ബി എ സ്പൈ, ബട്ട് ഹി ഫീൽസ് ദാറ്റ് ഇറ്റ്സ് ഹിസ് ഡ്യൂട്ടി ടു ഒബേ ദ ഡ്യൂക്ക്, ഈവൻ ഇഫ് ഡൂയിങ് സോ മേക്സ് ഹിം കറപ്റ്റ്. ഓക്കെ, അപ്പോൾ ബൊസോളക്ക് വലിയ താല്പര്യമില്ല സ്പൈ ആയിട്ടിരിക്കാൻ, ബട്ട് ഡ്യൂക്ക് ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അനുസരിക്കാണ്ടിരിക്കാൻ, ഇപ്പോൾ അത് കറപ്റ്റ് ആണെങ്കിലും ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ബൊസോള ടേക്സ് ദ ഓപ്പർച്യൂണിറ്റി. ഫെർഡിനൻഡ് ആൻഡ് ദ കാർഡിനൽ then confront the Duchess with a rehearsed speech instructing her not to remarry. She agrees not to, but as soon as her brothers leave, she tells her maid Cariola that she will marry in secret. The Duchess then woos Antonio, inverting the traditional male and female roles in courtship. The two marry in secret. അപ്പോൾ ഡച്ചസിൻ്റെ അടുത്ത് ഫെർഡിനൻഡും കാർഡിനലും പറയുന്നുണ്ട്, റീമാരി ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ട് ഈ ബ്രദേഴ്സ് ഫെർഡിനൻഡും കാർഡിനലും ഇറങ്ങിപ്പോയതിനു ശേഷം ഡച്ചസ് അവളുടെ ഫ്രണ്ട് ക്യാരിയോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവൾ സീക്രട്ടായിട്ട് മാരി ചെയ്യും എന്നുള്ളത്. അതിനുശേഷം ഡച്ചസിന് ആൻറ്റോണിയോട് ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലൊക്കെയാണ് സീൻസ് വരുന്നത്. ബിക്കോസ് അവിടുത്തെ ഒരു ട്രഡീഷണൽ മെയിൽ ഫീമെയിൽ റോളൊക്കെ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട് ആൻറ്റോണിയോ. ആ ഒരു ട്രഡീഷണൽ കൺസെപ്റ്റുള്ള ആളല്ല. അതുകൊണ്ട് ഡച്ചസിനൊരു ഇഷ്ടം വരുന്നുണ്ട്. ദേ ടു മാരി ഇൻ സീക്രട്ട്. 9 months later, the Duchess is pregnant with Antonio's child. Okay, അപ്പോൾ ഡച്ചസ് പ്രഗ്നൻ്റ് ആയി. Bossola, still spying for Ferdinand, notes the signs of her pregnancy and plans to give her apricots as a test because they are known to induce labor. Okay, അപ്പോൾ ബൊസോളക്ക് ഈ ഡച്ചസ് പ്രഗ്നൻ്റ് ആണോ എന്നൊരു ഡൗട്ട് വരികയാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ ആപ്രിക്കോട്ട്സ് കൊടുക്കും. ആപ്രിക്കോട്ട്സ് കൊടുത്താൽ ലേബർ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഡച്ചസ് ഈറ്റ്സ് ദ ആപ്രിക്കോട്ട്സ് ആൻഡ് ഗോസ് ഇൻ ടു ലേബർ, ക്രിയേറ്റിംഗ് ക്യാവോസ് ഇൻ ഹർ പാലസ്. അപ്പോൾ ഡച്ചസ് ആപ്രിക്കോട്ട്സ് കഴിക്കും, എന്നിട്ട് ഗോസ് ഇൻ ടു ലേബർ. അപ്പോൾ ഫുൾ ക്യാവോസ് ആവും, പ്രോബ്ലംസ് ആവും പാലസിൽ. To try to maintain the secret, Antonio and the Duchess give out a story that the Duchess has fallen ill with some disease. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റോണിയും ഡച്ചസും പെട്ടെന്ന് പറയും ഡച്ചസിന് എന്തോ ഒരു ഡിസീസ് ഉണ്ട് എന്നുള്ളത് പറയും. ആൻറ്റോണിയോ കൺഫ്രൻസ് ബൊസോള ടു ആസ്ക് ഇഫ് ദ ആപ്രിക്കോട്ട്സ് വെയർ പോയ്സൺ. ആൻറ്റോണിയോ അപ്പം ബൊസോളിൻ്റെ അടുത്ത് കുറ്റപ്പെടുത്തും, ആപ്രിക്കോട്ട്സിൽ പോയ്സൺ ഉണ്ടായിരുന്നോ എന്നൊക്കെ. Bossola denies the accusation, but after the confrontation, he noticed that Antonio has accidentally dropped a piece of paper. It is a horoscope for a baby. അപ്പം ഒരു ബേബി ഉണ്ടായ സംഭവമൊന്നും ബാക്കിയുള്ളവരെ അറിയിച്ചിട്ടില്ല. അപ്പം ഈ കാര്യം ഒക്കെ ബൊസോള ആൻറ്റോണിയും തമ്മിലൊരു സംസാരം നടന്നു. അതിനുശേഷം ബൊസോള ആൻറ്റോണിയൻ്റെ അടുത്തുള്ളൊരു പേപ്പർ ശ്രദ്ധിക്കുകയാണ്. അതിൽ ഹൊറോസ്കോപ്പാണ്, ഒരു ജാതകം, ഒരു ബേബിൻ്റെ ഹൊറോസ്കോപ്പാണുള്ളത്. which provides Bossola with concrete evidence that Duchess had a child. അപ്പോൾ ബൊസോളക്ക് ഒന്നും കൂടെ ഉറപ്പാവും ഡച്ചസിനൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട് ഉള്ളത്.
He decided to send the paper in a letter to Duchess brothers in Rome. അപ്പോൾ റോമിലുള്ള ഡച്ചസിൻ്റെ ബ്രദേഴ്സിന് ഇറ്റലിയിൽ നിന്ന് ഈ പേപ്പർ കൊടുത്തയക്കും ബൊസോള. When Ferdinand and Cardinal learned that the Duchess has disobeyed them, they infuriated, thinking their noble blood has been tainted. But they decide to wait to find out who the father is before taking action. അപ്പം ഫെർഡിനൻഡും കാർഡിനലും ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ആരാണ് ഫാദർ എന്ന് അറിയാൻ വേണ്ടി അവർ കുറച്ച് വെയിറ്റ് ചെയ്യും. എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ദ ഡച്ചസ് ഹാസ് ഹാഡ് 2 more ഓഫ് ആൻറ്റോണിയോസ് ചിൽഡ്രൻ. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ 2 മക്കളും കൂടെ ഉണ്ടായി ആൻറ്റോണിയോൻ്റേത് ഡച്ചസിൽ. ഫെർഡിനൻഡ് ഹു ലേൺഡ് ഓഫ് ദ ചിൽഡ്രൻ ഫ്രം ബൊസോള ഡിസൈഡ്സ് ടു കൺഫ്രണ്ട് ദ ഡച്ചസ് ഇൻ ഹെർ ബെഡ് ചേംബർ. അപ്പോൾ ഫെർഡിനൻഡ് ഡച്ചസിൻ്റെ ബെഡ്റൂമിൽ പോവും. എന്നിട്ട് ഡച്ചസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫെർഡിനൻഡ് സ്നീക്സ് ഇൻ ആൻഡ് ഫ്രൈറ്റൻസ് ദ ഡച്ചസ്. ഫെർഡിനൻഡ് കയറിയിട്ട് ഡച്ചസിനെ പേടിപ്പിക്കും, വിരട്ടും. ഗിവിങ് ഹെർ എ നൈഫ് ആൻഡ് സജസ്റ്റിംഗ് ദാറ്റ് ഷി കിൽ ഹെർസെൽഫ്. ഷി അഡ്മിറ്റ്സ് ദാറ്റ് ഷീ ഈസ് മാരീഡ് ആൻഡ് ഹി ബിക്കംസ് എൻറേജ്ഡ്. He says that she has lost her reputation and he swears that he will never see her again in his life. അപ്പം അവർ തമ്മിൽ ഷൗട്ട് ചെയ്തിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും പിന്നെ കാണണ്ടെന്നൊക്കെ ഫെർഡിനൻഡ് പറഞ്ഞിട്ട് പോവുകയാണ്. ആൻറ്റോണിയോ ആൻഡ് ദ ഡച്ചസ് മേക്ക് എ പ്ലാൻ ടു ഫ്ലീ. അപ്പോൾ ഡച്ചസ് എന്ത് ചെയ്യാണ്? ഡച്ചസ് ആൻറ്റോണിയോ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. The Duchess announced that Antonio has been using his position to steal from her. അപ്പോൾ ആൻറ്റോണിയോ ആണ് ഡച്ചസിൻ്റെ ചൈൽഡിൻ്റെ ഫാദർ എന്നുള്ളത് ബ്രദേഴ്സിന് അറിയില്ല. അപ്പോൾ ആൻറ്റോണിയോനെ ആദ്യം അവിടുന്ന് രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ ഡച്ചസും മുങ്ങും. അപ്പോൾ ആൻറ്റോണിയോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കും. ഓക്കെ, ആൻറ്റോണിയോ യൂസ്ഡ് ഹിസ് പൊസിഷൻ ടു സ്റ്റീൽ ഫ്രം ഹർ. അവളിൽ നിന്ന് മോഷണം നടത്തി എന്നുള്ള പേരിൽ ആൻറ്റോണിയോനെ പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. And has been fired as an excuse to him out of Amalfi. After Bossola privately defends Antonio to the Duchess as being honorable and worthy, the Duchess confides in Bossola that Antonio is innocent and is in fact her husband. ആൻറ്റോണിയോനെ പുറത്താക്കാൻ, ആൻറ്റോണിയോ മോഷണം നടത്തി ആൻറ്റോണിയോനെ പുറത്താക്കണം എന്നുള്ള ഓർഡർ ആൻറ്റോണിയോനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഡച്ചസ് ഇട്ടു. അപ്പോൾ ബൊസോള ആൻറ്റോണിയോനെ അങ്ങനെ ചെയ്യരുത്, ആൻറ്റോണിയോ നല്ല ആളാണ് എന്നൊക്കെ ഡച്ചസിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്. അപ്പോൾ ഡച്ചസ് സത്യം തുറന്ന് പറയും ബൊസോളേൻ്റെ അടുത്ത്. ആൻറ്റോണിയോനെ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ബൊസോളേൻ്റെ അടുത്ത് പറയും ആൻറ്റോണിയോ ഇന്നസെൻ്റ് ആണ്, ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഷീ പ്ലാൻസ് ടു ഫ്ലീ ടു ജോയിൻ ഹിം. ഓക്കെ, അത് കഴിഞ്ഞ് അവളും രക്ഷപ്പെടാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ബൊസോളേൻ്റെ അടുത്ത് പറയും. ബാക്ക് ഇൻ റോം ദ കാർഡിനൽ ആൻഡ് ഫെർഡിനൻഡ് ഫൈൻഡ് ഔട്ട് ഫ്രം ബൊസോള അബൌട്ട് ദ ഡച്ചസ് പ്ലാൻ. അപ്പോൾ ബൊസോള അത് കാർഡിനലിനെ ഫെർഡിനൻ്റെ അടുത്ത് അറിയിച്ചു. അവർ റോമിലാണുള്ളത്. ദ കാർഡിനൽ ദെൻ ഫോർമലി ബാനിഷസ് ദ ഡച്ചസ്, ആൻറ്റോണിയോ ആൻഡ് ദെയർ ചിൽഡ്രൻ. അപ്പോൾ കാർഡിനൽ എന്ത് ചെയ്യും? ബാൻ ചെയ്യും ഡച്ചസിനെയും ആൻറ്റോണിയോനെയും മക്കളെ. ഫെർഡിനൻ ഇൻവൈറ്റ്സ് ആൻറ്റോണിയോ ടു റീകൺസൈൽ. ഫെർഡിനൻ എന്ത് ചെയ്യും? ആൻറ്റോണിയോനെ വിളിച്ചു വരുത്തും ഒരു കൂടിച്ചേരലിനായിട്ട്. ബട്ട് ആൻറ്റോണിയോ ബിലീവ്സ് ദിസ് ഇസ് എ ട്രാപ്പ്. അപ്പോൾ ആൻറ്റോണിയോക്ക് അതൊരു ട്രാപ്പാണ് കാർഡിനലും ഫെർഡിനൻഡും തമ്മിലുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട്, ആൻറ്റോണിയോക്ക് അത് ട്രാപ്പാണ് എന്ന് മനസ്സിലായിട്ട്, സോ ഇൻസ്റ്റെഡ് ഓഫ് അക്സെപ്റ്റിംഗ് ദ ഇൻവിറ്റേഷൻ ഹീ ഫ്ലീസ് വിത്ത് ഹിസ് എൽഡസ്റ്റ് സൺ ടു മിലൻ. അപ്പം മൂത്ത മകനെ കൊണ്ടിട്ട് ആൻറ്റോണിയോ രക്ഷപ്പെടും. ആഫ്റ്റർ ഹി ലീവ്സ് ബൊസോള റീ എൻറ്റേഴ്സ് ഇൻ ഡിസ്ഗൈസ് ആൻഡ് ടേക്സ് ദ ഡച്ചസ് ആൻഡ് ഹെർ അതർ 2 ചിൽഡ്രൻ ക്യാപ്റ്റീവ് അണ്ടർ ഓർഡേഴ്സ് ഫ്രം ദ ബ്രദേഴ്സ്. അപ്പോൾ ബ്രദേഴ്സ് എല്ലാവരെയും ബാൻ ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് ബൊസോള വന്നിട്ട് ഡച്ചസിനെയും ബാക്കി 2 കുട്ടികളെയും എടുക്കും. ദ ബ്രദേഴ്സ് ഇംപ്രിസൺ ദ ഡച്ചസ് ഇൻ ഹെർ അമാൽഫി. എന്നിട്ട് ബ്രദേഴ്സ് തന്നെ ഈ ഡച്ചസിനെ അമാൽഫിയിലെ പാലസിൽ ഇംപ്രിസൺ ചെയ്യും. because Ferdinand has sworn never to see the Duchess, confronts her in the dark. ഓക്കെ, അപ്പോൾ ഫെർഡിനൻഡ് ഇനി ഞാൻ ഒരിക്കൽ നിന്നെ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലോ, അതുകൊണ്ട് ഇരുട്ടത്ത് അവളോട് സംസാരിക്കും, അവളെ കുറ്റപ്പെടുത്തും. He gives her his hand to hold, but then reveals that it is the hand of a dead man in order to convince her that Antonio is dead. എന്നിട്ട് ഒരു കൈ പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കും. എന്നിട്ട് മരണപ്പെട്ടു പോയ ആൻറ്റോണിയോയുടെ കൈകളാണിതെന്ന് പറയുന്നുണ്ട്. He then plays a trick with silhouettes to convince the Duchess that her children are also dead, at which point the Duchess wants to die. പിന്നെ മക്കളെയും കൊന്നിട്ടുണ്ട് എന്നൊക്കെ ഡച്ചസിൻ്റെ അടുത്ത് പറയും. ഡച്ചസ് she really wants to die. Ferdinand reveals to Bossola that he
He plans to torture her by exposing her to madmen from the local insane asylum. അപ്പോൾ തടവിലാക്കിയിട്ട് അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് മാനസികമായി ടോർച്ചർ ചെയ്ത് കൊല്ലാനാണ് ഫെർഡിനൻ്റെ പ്ലാൻ എന്നുള്ളത് ഫെർഡിനൻഡ് ബൊസോളൻ്റെ അടുത്ത് പറയും. ബൊസോള ഫീൽസ് ബാഡ് ഫോർ ദ ഡച്ചസ് ആൻഡ് ഡിസ്ലൈക്സ് ദാറ്റ് ഹീ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഹെർ ടോർച്ചർ. ഹീ കണ്ടിന്യൂസ് ടു ഒബേ ദ ഡ്യൂക്ക്. അപ്പോൾ ബൊസോളക്ക് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല, ബട്ട് ഹീ കണ്ടിന്യൂസ് ടു ഒബേ. In her prison, the madmen confront the Duchess and Cariola. Bossola then enters, disguised as an old man, and he tells the Duchess that he is going to kill her. The Duchess maintains her composure and is unafraid, but executioners enter and strangle her, her two children, and Cariola. അപ്പോൾ ഡച്ചസിൻ്റെ അടുത്ത് ആൻറ്റോണിയോൻ്റെ കൂടെ രക്ഷപ്പെട്ടു പോയ ആ ഒരു കുട്ടിയും മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്ത് ചെയ്യും, ഇനി ഡച്ചസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ബൊസോള ഒരു ഓൾഡ് മാൻ്റെ രൂപം എടുത്തിട്ട് ഒരു ഓൾഡ് മാൻ്റെ ഡ്രസ്സിങ്ങിൽ വരും. എന്നിട്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നതാണ് എന്ന് പറയും. ബട്ട് ഡച്ചസ് ആണെങ്കിൽ ഒരു പേടിയില്ലാതെ നിൽക്കുകയാണ്. ഭർത്താവും ഒരു മകനും മരിച്ചു. അപ്പം എക്സിക്യൂഷണേഴ്സ് എന്ത് ചെയ്യാണ്, ദേ സ്ട്രാങ്കിൾ ഹർ ടു ചിൽഡ്രൻ ആൻഡ് കാരിയോള. അപ്പോൾ കാരിയോള അവളുടെ ഫ്രണ്ടാണ്. അവളുടെ ഫ്രണ്ടിനെയും രണ്ട് മക്കളെയും അവളെയും ഒക്കെ കെട്ടിയിടും. Though Ferdinand has no pity for the children, he immediately begins to feel remorse when he sees the Duchess' dead body. അപ്പോൾ അങ്ങനെ ഫെർഡിനൻഡിന് കുട്ടികളെ നോക്കുമ്പോൾ അത്ര പിറ്റി ഫീലിംഗ് ഒന്നുമില്ല. ബട്ട് ഡച്ചസ് സ്വന്തം സിസ്റ്റർ അല്ലേ, അതുകൊണ്ട് ഡച്ചസിൻ്റെ ഡെഡ് ബോഡി കാണുമ്പം എന്തൊക്കെയോ ആവും ഫെർഡിനൻഡിന്. ഫെർഡിനൻഡ് ബിക്കംസ് മാഡൻഡ് ബൈ ഗിൽറ്റ് ആൻഡ് ബൊസോള ഓൾസോ അക്നോളജ് ഫീലിംഗ് എ ഗിൽറ്റി കൺസൈൻസ്. അപ്പോൾ ഫെർഡിനൻഡ് ആ ഒരു ഗിൽറ്റി ഫീലിംഗ് കാരണം ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാവും. ബൊസോള പറയും ബൊസോളക്കും അങ്ങനത്തെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ് ഉള്ളത്. ഇപ്പോൾ ബാഹുബലിനെ കൊന്നതിന് ശേഷം കട്ടപ്പയ്ക്കും ബാഹുബലിൻ്റെ അമ്മക്കൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഇല്ല, അതുപോലെ. Now, Ferdinand then condemns Bossola for following his orders and refuses to pay him for his work. ഫെർഡിനൻഡ് എന്ത് ചെയ്യും, ബൊസോളിനെ കുറ്റപ്പെടുത്തും തൻ്റെ ഓർഡേഴ്സൊക്കെ ഒബേ ചെയ്തതിന്. എന്നിട്ട് ഹി റെഫ്യൂസസ് ടു പേ, ആ ചെയ്തതിനുള്ള ക്യാഷ് കൊടുക്കാണ്ടിരിക്കും. ഓക്കെ. ആഫ്റ്റർ ഫെർഡിനൻഡ് ഹാസ് ഡിപ്പാർട്ടഡ്, ദ ഡച്ചസ് വേക്സ് അപ്പ്, ബട്ട് ഓൺലി ലോങ് ഇനഫ് ഫോർ ബൊസോള ടു ടെൽ ഹർ ദാറ്റ് ഹർ ഹസ്ബൻഡ് ഈസ് സ്റ്റിൽ alive. She dies for real almost immediately after waking up. ഫെർഡിനൻഡ് ബൊസോളിൻ്റെ അടുത്ത് അങ്ങനത്തൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതിനു ശേഷം ഡച്ചസ് ഒന്ന് എഴുന്നേൽക്കുന്നുണ്ട്. മരണപ്പെട്ടു പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റു, മരിക്കാനായി കിടക്കുകയാണ്. ആ സമയത്ത് ബൊസോള ഡച്ചസിൻ്റെ അടുത്ത് പറയും യുവർ ഹസ്ബൻഡ് ഇസ് സ്റ്റിൽ അലൈവ്. അത് കേട്ട് പിന്നീട് അവൾ മരണപ്പെടുകയാണ്. Now in Milan, Antonio doesn't yet know his wife's fate. അപ്പം വൈഫും ഒന്നും മരണപ്പെട്ടത് ആൻറ്റോണിയോ അറിയുന്നില്ല. He decides to wager everything and confront the cardinal in person in an attempt to defuse the situation. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡിനലിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൻറ്റോണിയോ തീരുമാനിക്കും. Ferdinand, meanwhile, has been diagnosed with lycanthropia. Okay. And he begins acting like a madman, even attacking his shadow, clearly plagued by guilt. അപ്പോൾ ഈ ഗിൽറ്റി ഫീലിംഗ് കാരണം മറ്റേ ബ്രദർ ഫെർഡിനൻഡ്, ഈ കൊല്ലാൻ ഓർഡർ ഇട്ട ഫെർഡിനൻഡിന് ആകെ ഒരു ഡിസീസൊക്കെ വരും, ഒരു മാഡ് ഡിസീസ് വരും. The cardinal wants his involvement in the murder to remain secret, and he instructs Bossola to murder Antonio. കാർഡിനലിന് ഇതിലൊക്കെ ഉള്ള റോള് ഒരു സീക്രറ്റായി നിൽക്കണം. ആൻറ്റോണിയോ ഒന്നും അറിയരുതെന്നുണ്ട്. അപ്പോൾ ആൻറ്റോണിയോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബൊസോളിൻ്റെ അടുത്ത് പറയും. എ വുമൻ നെയ്മഡ് ജൂലിയ, വിത്ത് ഹൂം ദ കാർഡിനൽ ഹാസ് ബീൻ ഹാവിങ് എൻ അഫെയർ, becomes smitten with Bossola, and he convinced Julia to try and get a confession out of Cardinal. അപ്പോൾ കാർഡിനലിൻ്റെ അഫെയർ ആയ ജൂലിയയും ബൊസോളയും തമ്മിൽ ഒരു കോണ്ടാക്ട്സ് ഉണ്ട്. അപ്പം ബൊസോള ജൂലിയൻ്റെ അടുത്ത് പറയും കാർഡിനലിനെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിക്കാൻ, കുറ്റം തുറന്ന് പറയിപ്പിക്കാൻ, ഇതൊക്കെ ഒരു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജൂലിയ കൺഫറൻസ് ദ കാർഡിനൽ ആൻഡ് ഫൈൻഡ്സ് ഔട്ട് ഹിസ് സീക്രട്ട്. അപ്പോൾ ജൂലിയ കാർഡിനലിനെ എന്ത് ചെയ്യുക, കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് കാർഡിനലിൻ്റെ സീക്രറ്റും എല്ലാം അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സോ ഹി ഫോഴ്സസ് ഹെർ ടു കിസ് എ പോയ്സൺഡ് ബുക്ക്, ബൈ കില്ലിങ് ഹെർ. അപ്പോൾ കാർഡിനലിന് എന്ത് ചെയ്യും, ഇത് മനസ്സിലാവും, ഇവള് ഇങ്ങനെ സീക്രറ്റ് ഇവളെ അറിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അവളെ ഒരു പോയ്സൺ ചെയ്തൊരു ബുക്കിൽ കിസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്യിപ്പിച്ചിട്ട് അവളെ കൊല്ലും, പോയ്സൺ ആക്കിയിട്ട് ജൂലിയനെ കൊല്ലും.
Bossola reveals to the cardinal that he has overseen this murder and the cardinal's confession. He agrees to help the cardinal in return for payment. But in fact, this is a trick. He decides that he will do everything in his power to save Antonio and get revenge on the brothers. Okay. അപ്പം ഫെർഡിനൻഡ് ആണെങ്കിൽ ബൊസോള ചെയ്തതിനുള്ള പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ബൊസോള ഇപ്പോൾ കാർഡിനലിൻ്റെ അടുത്ത് പറയും, ജൂലിയൻ്റെ അടുത്ത് നീ കൺഫേസ് ചെയ്തതും ജൂലിയനെ നീ കൊന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനിത് ആരോടും പറയാതിരിക്കാം, നിന്നെ സേവ് ചെയ്യാം, ബട്ട് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയും, ആക്ച്വലി ബൊസോളയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബൊസോള ഈ ബ്രദേഴ്സിൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കുകയാണ്, ആൻറ്റോണിയോനെ സേവ് ചെയ്യാനാണ് നോക്കുന്നത്. ഇൻ ദ കാർഡിനൽസ് പാലസ്, the cardinal tells all his courtiers to stay away from his room, no matter what they hear, even if he tests them with scream and shout. Okay. അപ്പോൾ കാർഡിനലിൻ്റെ പാലസിൽ നിന്ന് കാർഡിനൽ കോർട്ടിയേഴ്സിനോടൊക്കെ മാറി നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് കാർഡിനലിൻ്റെ റൂമിൽ എന്ത് സൗണ്ട് കേട്ടാൽ പോലും വന്ന് നോക്കരുത് എന്നൊക്കെ പറയുകയാണ്. Bossola sneaks into the palace and overhears that the cardinal plans to kill him after he helps the cardinal. അപ്പം ബൊസോള ഇത് കേൾക്കുന്നുണ്ട്. ബൊസോളക്ക് മനസ്സിലാവുന്നുണ്ട് കാർഡിനൽ ബൊസോളനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബൊസോളൻ്റെ സൗണ്ട് കേട്ടാലൊന്നും റൂമിലേക്ക് വരരുതെന്നാണ് ഉദ്ദേശിച്ചത് കാർഡിനൽ. Soon after, Antonio sneaks into the palace in his effort to find the cardinal and end their quarrel. However, in the darkness, Bossola accidentally stabs Antonio, mistaking him for one of the brothers. അപ്പോൾ ബൊസോളോ ആൻറ്റോണിയോനെ അറിയാതെ കൊന്നുപോവാണ്, സ്റ്റാബ് ചെയ്യാണ്, കുത്തുകയാണ് സ്വാഡ് എടുത്തിട്ട്. ഒരു ബ്രദേഴ്സിൽ ഒരാളാണെന്ന് വെച്ചിട്ട് ആക്സിഡൻ്റലി സംഭവിച്ചു പോവാണ്. ആൻറ്റോണിയോ ലിവ്സ് ജസ്റ്റ് ലോങ് ഇനഫ് ഫോർ ബൊസോളോ ടു ഇൻഫോം ഹിം ദാറ്റ് the Duchess and two of their children have been murdered, at which point Antonio no longer wanted to live. അവ ആൻറ്റോണിയോ മരിക്കുന്നതിന് മുന്നേ ബൊസോള ആൻറ്റോണിയോൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഡച്ചസും മക്കളും മരണപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ആൻറ്റോണിയോക്ക് പിന്നെ ജീവിക്കേ വേണ്ട. Bossola goes to find and kill the cardinal, and when the cardinal starts screaming for help, no one comes because of his instruction that they stay away. In the chaos, Bossola stabs the cardinal twice. Ferdinand then enters and, mistaking his brother for the devil, stabs both the cardinal and Bossola. അപ്പം ബൊസോള കാർഡിനലിനെ കൊല്ലുകയാണ്, കാർഡിനലിനെ സ്റ്റാബ് ചെയ്യുകയാണ്. അത് കണ്ടുവരുന്ന ഫെർഡിനൻഡ് എന്ത് ചെയ്യുകയാണ്, രണ്ടുപേരെയും സ്റ്റാബ് ചെയ്യുകയാണ്. ബ്രദറാണ് ഡെവിൽ, ബ്രദറാണ് തന്നെ കൊണ്ട് ഈ ഒരു കുറ്റമൊക്കെ ചെയ്യിച്ചത് എന്നുള്ള രീതിയിൽ ഫെർഡിനൻഡ് കാർഡിനലിനെയും ബൊസോളയും കൊന്നുകളയാണ്. ബൊസോള then stabs Ferdinand, who uses his dying words to say that our deaths are caused by our own actions. ബൊസോള അതേസമയം മരിക്കാൻ കിടക്കുമ്പോൾ ഫെർഡിനൻഡ് സ്റ്റാബ് ചെയ്യുകയാണ്, ഫെർഡിനൻഡിനെ കുത്തുകയാണ്. ആ സമയത്ത് ഫെർഡിനൻഡ് പറയുന്നുണ്ട് നമ്മളുടെ സ്വന്തം ആക്ഷൻസ് കാരണമാണ് നമ്മളുടെ മരണം വന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. While Bossola explains what happened, the cardinal dies, and after Bossola makes a final speech, he dies as well. ബൊസോള എന്താ സംഭവിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും കാർഡിനൽ മരണപ്പെട്ടു. ബൊസോള എന്നിട്ട് പറയാനുള്ളൊരു സ്പീച്ചൊക്കെ പറഞ്ഞിട്ട് he dies as well. After all the death, Delio enters with Antonio's son. അപ്പോൾ എല്ലാ മരണങ്ങൾക്കും ശേഷം ഡെലിയോ വരികയാണ് ആൻറ്റോണിയോൻ്റെ മൂത്ത മകനെയും കൊണ്ട്. Announces his intention to help the son to receive his proper inheritance and ends the play. അപ്പം തനിക്ക് കിട്ടേണ്ട അവകാശം, ആൻറ്റോണിയോൻ്റെ സണ്ണിന് കിട്ടേണ്ട അവകാശമായ ആ ഒരു രാജ്യം ഇനി സണ്ണ് ഭരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ ഒരു ഇൻഹെറിറ്റൻസ് കൊടുക്കണം എന്നൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്ലേ അവസാനിക്കുകയാണ്. അപ്പം ഇതൊരു ട്രാജഡിയാണ്, എല്ലാവരും മരണപ്പെട്ടു അല്ലേ. ദിസ് പ്ലേ ഓൾസോ റിഫ്ലെക്ട് ദ സ്പിരിറ്റ് ഓഫ് ജാക്കോബിയൻ ഏജ് വിച്ച് ലാക്ക് ദ സ്പിരിറ്റ് ഓഫ് എനിമോർ. ദാറ്റ് ഈസ് എ ജാക്കോബിയൻ ട്രാജഡി. ജാക്കോബിയൻ ഏജിൽ ദർ വാസ് എ ലാക്ക് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഷിവാൽറി. ഷിവാൽറി മീൻസ് ധീരത. ആ ഒരു ധീരതൻ്റെ ഒരു സ്പിരിറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ട്രാജഡിയാണ്, അങ്ങനത്തെ ഒരു ആ പീരീഡിലൊരു ട്രാജഡി. അതുകൊണ്ടാണ് ജാക്കോബിയൻ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്പിരിറ്റ് ഓഫ് ഷിവാൽറി ഇല്ല എന്ന് പറയുന്നത് എന്താ, ഇവരൊക്കെ സ്പൈ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്ടൊക്കെയാണ് കൊല്ലുന്നത്, അല്ലാതെ നേരിട്ടല്ല. ഒരു ഷിവാൽറി അല്ലെങ്കിൽ ഒരു ധീരത അവിടെ ഇല്ല. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് സ്റ്റേജ് ആയിരുന്നു ആ ജാക്കോബിയൻ ഏജ്. സോ ദിസ് ഇസ് എ ജാക്കോബിയൻ ട്രാജഡി. അതുകൊണ്ടാണ് ഇത് ജാക്കോബിയൻ ട്രാജഡി ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് സ്വിഫ്റ്റ്സ് യൂസ് ഓഫ് സറ്റയർ ഇൻ ഗളിവേഴ്സ് ട്രാവൽസ്.
അപ്പോൾ സ്വിഫ്റ്റ് സെറ്റയർസ് എങ്ങനെയൊക്കെയാണ് ഗളിവേഴ്സ് ട്രാവൽസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സെറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ഷേപഹാസ്യം ഒക്കെ അല്ലേ, ഹ്യൂമറസ് ആയിട്ട് മറ്റുള്ളവരുടെ സ്റ്റുപ്പിഡിറ്റി എക്സ്പോസ് ചെയ്യുക, അതാണ് സെറ്റയർ അല്ലേ. അപ്പം ഗളിവേഴ്സ് ട്രാവൽസിൽ എവിടെയാണ് എങ്ങനെയാണ് സെറ്റയർ വരുന്നത് എന്നുള്ളത് നോക്കാം. സോ ഗളിവേഴ്സ് ട്രാവൽസ് ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇൻ ദ ലൈഫ് ഓഫ് ജൊനാഥൻ സ്വിഫ്റ്റ്. Gulliver's Travels is an adventure story involving several voyages of Lemuel Gulliver, surgeon who takes to the sea after fails his business. It is a political satire that uncovers the follies of the political parties in his time. ഗളിവേഴ്സ് ട്രാവൽസ് ഒരാളുടെ വോയേജാണ്, ഒരു ഷിപ്പ് സർജൻ്റെ ഒരു വോയേജാണ്. ബിസിനസ്സൊക്കെ ഡ്രോപ്പ് ആയതിനു ശേഷം ഷിപ്പിൽ പോകുന്ന ഒരാൾ. അപ്പം ആളാരാണ്, ലെമുവൽ ഗലിവർ. അതാണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പേര് വന്നത്. അപ്പം ഇത് ഇൻഡയറക്റ്റ്ലി ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. ആ സമയത്തുള്ള പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളൊരു റെസ്പോൺസൊക്കെ പോലെയാണ് ഗളിവേഴ്സ് ട്രാവൽസ് ഉള്ളത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. In 1726, Swift anonymously published it as Travels into Several Remote Nations of the World in 4 parts. By 1726 anonymous ആയിട്ട് ആരാണ് റൈറ്റർ എന്നൊന്നുമില്ലാതെ പബ്ലിഷ് ചെയ്തിരുന്നത്. എന്ത് പേരിൽ? ട്രാവൽസ് ഇൻ ടു സെവറൽ റിമോട്ട് നേഷൻസ് ഓഫ് ദ വേൾഡ് ഇൻ 4 parts എന്ന പേരിൽ. By Lemuel Gulliver, first a surgeon and then a captain of several ships, also known more simply as Gulliver's Travels. The book was an immediate success and hasn't been out of print since its first run. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റണ്ണിൽ തന്നെ ഒരുപാട് പ്രിൻറ്റുകളൊക്കെ പോയ ഒരു സക്സസ്ഫുൾ ബുക്കായിരുന്നു ഗളിവേഴ്സ് ട്രാവൽസ്. Interestingly, much of the storyline points to the historical events that Swift had lived through years prior during intense political turmoil. അപ്പോൾ ഭയങ്കര പൊളിറ്റിക്കൽ പാർട്ടീസ് തമ്മിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു ടൈമിലാണ് സ്വിഫ്റ്റ് ജീവിച്ചിരുന്നത്. ആ ടൈമിൽ ആപ്റ്റായൊരു വർക്കാണ് സ്വിഫ്റ്റ് എഴുതിയത്. അതുകൊണ്ടാണ് അത് അത്രയും സക്സസ് ആയത്. Gulliver's Travels was unique in its day. It was not written to woo or entertain. It was an indictment, and it was most popular among those who were indicted. That is, politicians, scientists, philosophers, and Englishmen in general. Swift was roasting people. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടൊന്നുമല്ല ഗളിവേഴ്സ് ട്രാവൽസ് എഴുതിയിട്ടുള്ളത്. ആക്ച്വലി പൊളിറ്റീഷ്യൻസിനും സയൻറ്റിസ്റ്റിനും ഫിലോസഫേഴ്സിനൊക്കെ ഉള്ള ഒരു സെറ്റയർ പോലെയാണ്. സ്വിഫ്റ്റ് വാസ് റോസ്റ്റിംഗ് പീപ്പിൾ. ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റ് അതിലൂടെ പലരെയും റോസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ബ്രോഡ്ലി ദ ബുക്ക് ഹാസ് 3 themes: എ സെറ്റാരിക്കൽ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് യൂറോപ്യൻ ഗവൺമെൻറ് ആൻഡ് ഓഫ് പെറ്റി ഡിഫറൻസസ് ബിറ്റ്വീൻ റിലീജിയസ്. അപ്പം ബ്രോഡ്ലി അതിന് ഈ തീമൊക്കെയാണ് ഉള്ളത്. സെറ്റാരിക്കൽ വ്യൂ ഓഫ് ദ യൂറോപ്യൻ ഗവൺമെൻറ്, പിന്നെ പിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ റിലീജിയൻസ്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു സെറ്റാരൈസേഷനാണ് കാണുന്നത്. An inquiry into whether men are inherently corrupt or whether they become corrupted. A restatement of the order ancients versus moderns controversy previously addressed by Swift in The Battle of Books. Okay, ആൻഷ്യൻ വേഴ്സസ് മോഡേണിൻ്റെ ഒരു കോൺട്രവേഴ്സി കാണാൻ പറ്റുന്നുണ്ട്. അത് ഇതിന് മുന്നേ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന് പറയുന്ന വർക്കിലും ജൊനാഥൻ സ്വിഫ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. He satirizes party politics, religious difference, and Western culture as a whole in ways still relevant to today's world. But what we find mostly after reading Book 1 is that it is an allegorical representation of English politics, where Swift depicts the total political corruption beginning from 16th century and ending with 18th century. ഫസ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ കറപ്ഷനുള്ള ഒരു സെറ്റൈറൈസേഷനാണ് 16th century മുതൽ 18th century വരെയുള്ളതിൻ്റെ. In his first encounters with Lilliputians, Gulliver is surprised at the intrepidity of these diminutive mortals who dare venture to mount and walk upon my body. The Lilliputians are the embodiments of England of the time period. Okay, അപ്പോൾ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാരെയൊക്കെയാണ് ആ ലിലിപുട്ടിയൻസ് ആയിട്ട് ഇതിൽ റെഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഗളിവർ പോകുന്നത് ലിലിപുട്ടിലേക്കായിരുന്നു അല്ലേ. The Lilliputians are small people who control Gulliver through means of threats. ഓക്കെ, ലിലിപുട്ടിയൻസ് അവിടുത്തെ ആൾക്കാരൊക്കെ ചെറിയ ആൾക്കാരായിരുന്നു അല്ലേ. ഒരുപാട് ത്രെട്ടിലൂടെ അവർ ഗളിവറിനെ കൺട്രോൾ ചെയ്തിരുന്നു. അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനൊക്കെയാണ് പറയുന്നത് അദ്ദേഹം. When in an instant I felt above 100 arrows discharged into my left hand, which pricked me like so many needles, and besides they shot another flight into the air as we do bombs in Europe. Okay,
അപ്പം ഒരുപാട് അവരുടെ അമ്പുകളൊക്കെ അവർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആക്കിയപ്പം ഇദ്ദേഹത്തിന് ഫീൽ ചെയ്ത് നീഡിൽസൊക്കെ കുത്തുന്നത് പോലെയാണ് എന്നൊക്കെ. ഓക്കെ. England was a small country that had Europe and many other parts of the world under their control. Gulliver encounters the ridiculous nature of war. The first encounter of war is in the form of a dispute over the way to eat an egg. A former king took the right of personal preference away from his people by telling him to eat the egg from the small end instead of large end. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക പരിഹസിച്ചുകൊണ്ടൊരു കാര്യം പറയുകയാണ്. അപ്പം അവിടെ ഒരു എഗ്ഗ് തിന്നുന്നൊരു ഡിസ്പ്യൂട്ടിനെ പറ്റി, മുട്ട എവിടെ നിന്ന് കഴിക്കണം, അതിൻ്റെ സ്മോൾ എൻഡിൽ നിന്നാണോ ലാർജ് എൻഡിൽ നിന്നാണോ എന്നുള്ളൊരു ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ യൂറോപ്പിലൊരു ഫോമർ കിങ് പറഞ്ഞിരുന്നു മുട്ട എഗ്ഗ് അതിൻ്റെ സ്മോൾ എൻഡിൽ നിന്ന് ഈറ്റ് ചെയ്യണം, അവിടെ നിന്ന് ഈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം, ലാർജ് എൻഡിൽ നിന്നല്ല എന്നൊക്കെ. അപ്പം അത് ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്. Swift relates this threats to situations where a dominant ruler oppresses nations. ഓക്കെ, അപ്പോൾ ഡൊമിനൻ്റ് റൂളർ നേഷൻ ഒപ്രസ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഗലിവേഴ്സ് ട്രാവൽസിൽ വരുന്ന സെറ്റാരിക്കൽ എലമെൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറീസ് അറിയണമെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സമ്മറീസ് എടുത്ത് നോക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജസ്റ്റ് നോക്കാൻ. കുറച്ചൊരു ഐഡിയ ഇതിന്ന് കിട്ടുള്ളൂ, കംപ്ലീറ്റ് സമ്മറി കിട്ടില്ല, കാരണം നമ്മൾ വി ആർ ആൻസറിങ് ടു ദ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇറ്റ് ഓൾസോ ഷോസ് ഹൗ എ സിമ്പിൾ റിഡിക്കുലസ് ആക്ട് ക്യാൻ ബ്രിങ് ഫോർത്ത് വാർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഒരു യുദ്ധം കൊണ്ടുവരാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ദ ഫൈറ്റ് കണ്ടിന്യൂസ് ത്രൂ ജനറേഷൻസ്. സൂൺ ദ പീപ്പിൾ കണ്ടിന്യൂ ടു ഫൈറ്റ് വിത്തൗട്ട് റിയലി അണ്ടർസ്റ്റാൻഡിങ് വൈ. അങ്ങനെ ചെറിയൊരു കാര്യമായിരിക്കും പിന്നീട് ഫൈറ്റിംഗ് ആയി പോകുന്നത്, ജനറേഷൻസിൽ ഒരുപാട് ഫൈറ്റ് നടക്കുന്നത്. പിന്നീട് ഫൈറ്റ് ചെയ്യുന്നവർ അറിയേയില്ല അത് എന്തിനാണ് ഈ ഫൈറ്റ് നടക്കുന്നത് എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. Some of the people resisted and they found refuge in Blefuscu, and for 6 and 30 moons past the two sides have been at war. For Swift, Lilliput is analogous to England and Blefuscu to France. അപ്പോൾ വാർ ഉണ്ടായപ്പം കുറച്ച് പേര് രക്ഷപ്പെട്ട് ബ്ലഫസ്കോയിൽ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വിഫ്റ്റ് കാണുന്നത് ലിലിപുട്ട് ഇംഗ്ലണ്ടിന് ഈക്വലായിട്ടും ബ്ലഫസ്കോ ഫ്രാൻസിന് ഈക്വലായിട്ടുമാണ് കാണുന്നത്. With this event of the story, Swift satirizes the needless squabbling and fighting between the two nations. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ആ ഫൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അത് ആ ഒരു ആവശ്യമില്ലാത്ത ഫൈറ്റിങ്ങിൻ്റെ ഒക്കെ കാരണങ്ങൾ പറയാണ്. രണ്ട് നേഷൻസ് തമ്മിൽ ആവശ്യമില്ലാത്ത ഫൈറ്റിങ്ങിനൊക്കെ ഒരു സെറ്റൈറൈസ് ചെയ്ത് പരിഹസിച്ചുകൊണ്ട് പറയാണ്. Swift mocks at the peculiar customs of the nations of Lilliput. The methods of selecting people for public office in Lilliput are very different from that of any other nation, or rather would appear to be so at first. അപ്പം ലിലിപുട്ടിലുള്ള പബ്ലിക് ഓഫീസിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് സ്വിഫ്റ്റിന് തോന്നുന്നുണ്ട്. In order to be chosen, a man must rope dance to the best of his abilities. The best rope dancer receives the higher office. ഓക്കെ, അപ്പോൾ അവിടെ ഓഫീസ് ചാർജൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. റോപ്പ് ഡാൻസ് ചെയ്യിപ്പിക്കുക, നന്നായിട്ട് റോപ്പ് ഡാൻസ് ചെയ്യുന്ന ആൾക്ക് ഓഫീസിൻ്റെ ചാർജ് കൊടുക്കാം, പബ്ലിക് ഓഫീസിൻ്റെ ഒക്കെ ചാർജ് കൊടുക്കുക, അങ്ങനെയാണ്. അപ്പം ചെയ്യാൻ അറിയാത്ത ആളുടെ കയ്യിലാണ് ആ പണി കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, റോപ്പ് ഡാൻസ് അല്ലല്ലോ അതിനറിഞ്ഞിരിക്കേണ്ടത്, ടു റൂൾ ആൻഡ് ടു ഗവേൺ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹയർ ഓഫീസിൻ്റെ ഡ്യൂട്ടിയൊക്കെ കൊടുത്താലും അങ്ങനെയൊക്കെയാണ്. Diversion is only practiced by those persons who are candidates for great employments and high favor at court, while no nation of Europe in Swift's time followed such an absurd practice. They did not choose public officers on skill, but rather on how well the candidate could line the right pockets with money. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സ്കില്ലൊന്നും നോക്കിയിട്ടല്ല യൂറോപ്പിൽ അന്നത്തെ പബ്ലിക് ഓഫീസേഴ്സിനെ ഡിസൈഡ് ചെയ്തിരുന്നത്. ബട്ട് ആർക്കാണ് കറക്റ്റ് പോക്കറ്റ്സ്, പൈസ കൊടുക്കേണ്ടടുത്ത് ആർക്കാണ് പൈസ കൊടുക്കാൻ അറിയുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്, മീൻസ് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് എന്നുള്ളത്. Gulliver also tells of their customs of burying their dead with their heads directly downwards. The learned among them confess the absurdity of this doctrine, but the practice still continues. Okay, മരണപ്പെട്ടു പോയ ആളുടെ തല കീഴായാണ് അയാളെ ബറി ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഓരോ കസ്റ്റംസൊക്കെ പഠിച്ചവരൊക്കെ അതിനെ എതിർത്തിരുന്നു, വിവരമുള്ളവരൊക്കെ.
At this point in the story, Gulliver has not yet realized that by seeing the absurdity of the Lilliputian traditions, that he might see the absurdity in European ones. With this, Swift satirizes the conditions of Europe. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യൂറോപ്പിൻ്റെ കണ്ടീഷൻസ് സെറ്ററൈസ് ചെയ്യുന്നത്. Again in chapter 3, the king's cushions represent the Duchess of Kendal, one of George's mistress, whom Walpole was believed to have bribed in order to return in power in 1721. Thus, Swift was particularly antipathetic towards the Duchess and enjoyed satirizing Walpole because during his time, political corruption reached the highest peak. Then in chapter 4, book 1, Swift narrates the folly of the religious war between Lilliput and Blefuscu to immediate European politics, and have been two struggling parties in this empire under the name of, അപ്പം അതിലെ ലൈൻസ് ആണ് പറയുന്നത്. Here, two Lilliputian parties stand for English political parties. അപ്പോൾ ലില്ലിപുട്ടിൽ 2 പാർട്ടീസ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ 2 പാർട്ടീസാണ്. ദ ഹൈ ഹീൽ റെപ്രസെൻറ്റ് ഹൈ ഹീൽസ് ഉള്ളവരും ലോ ഹീൽസ് ഉള്ളവരുണ്ട്. ഹൈ ഹീൽസ് ഉള്ളവർ ടോറി പാർട്ടിയാണ്, ടോറീസും ആണ്. ലോ ഹീൽസ് ഉള്ളവർ വിഗ്സും ആണ്. അപ്പം ഇംഗ്ലണ്ടിൽ അന്നുണ്ടായിരുന്ന 2 പാർട്ടീസാണ് ടോറീസും വിഗ്സും. അപ്പം ഹൈ ഹീൽസ് ഉള്ളവർ ടോറീസും ലോ ഹീൽസ് ഉള്ളവർ വിഗ്സും. These two massacre the English soil both politically and by religion. അപ്പോൾ പൊളിറ്റിക്കലിയും ഈ റിലീജിയസ് ആയിട്ടും ഇംഗ്ലീഷ് സോയിലിനെ ഇംഗ്ലണ്ടിനെ നശിപ്പിച്ച ആൾക്കാരാണ് ഈ 2 പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇൻ സ്വിഫ്റ്റ്സ് വോയിസ്, സ്വിഫ്റ്റിൻ്റെ കുറച്ച് വേർഡ്സ് ആണ് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. Here it should be mentioned that at first Swift was Whig and later joined Tory. പിന്നെ ഒരു കാര്യം പറയുന്നത്, സ്വിഫ്റ്റ് ആദ്യം വിഗ് പൊളിറ്റിക്കൽ പാർട്ടിയിലായിരുന്നു, പിന്നെ ടോറിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ സ്വിഫ്റ്റിന് 2 പാർട്ടിയിലെയും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ. Again the king was sympathetic to the Whigs. He used them to support hangover against France and appointed them to official positions to strengthen his position against the House of Lords. Thus, the Lilliputian empire, who is George I, wears low heels, which is censored by Swift. Therefore, we can say religion was a political issue during Swift's time. Owing to a minor religious issue, there caused a serious conflict, and it also resulted in the division of nation into 2 political groups. Many lives were taken and many kings were to lose their power even. Their life was taken. The greatness of Swift lays in his great courage to satirize such political and religious issues with great rigor. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. കുറച്ച് സ്വിഫ്റ്റിൻ്റെ വേർഡ്സ് ഒക്കെ കൊടുത്തത് അത് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ ഗളിവേഴ്സ് ട്രാവൽസിലെ സെൻറ്റൻസസ് ഒക്കെ. അപ്പം അതങ്ങനെ ഓർമ്മ ഉണ്ടാവില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഈ പൊളിറ്റിക്കൽ റിലീജിയസ് ഇഷ്യൂസൊക്കെ സ്വിഫ്റ്റ് അതിൽ മെൻഷൻ ചെയ്ത് സെറ്റൈറൈസ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എഗ്ഗ് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് വാർ ഇഷ്യൂസൊക്കെ ഗളിവേഴ്സ് ട്രാവൽസിൽ മനോഹരമായിട്ട് ജോനാഥൻ സ്വിഫ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. I hope this video was helpful for you. If this was helpful, please do subscribe to this channel. Thank you.